ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഞങ്ങൾ ഈ രാത്രി എങ്ങോട്ടാണെന്ന്. ഇത് ശരിക്കും രാത്രിയല്ല ഗായ്സ്. സമയം ഇപ്പോഴത്തെ 4:30 മണിയായി. വെളുപ്പിനെ 4:30 മണിയാണ് ഗായ്സ്. ഞങ്ങൾ ഇന്നൊരു ലോങ് യാത്ര പോവാണ്. അതിനാണ് ഈ സമയത്ത് തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് പോകുന്നത്. ഞാനും അലീനയും ജോമൻ ചേട്ടനും കൊച്ചും മാത്രമല്ല ഗായ്സ്, വേറൊരാളും കൂടെ നമ്മുടെ കൂടെയുണ്ട്. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ വീട്ടിൽ വന്നതാണ്. ഇവിടെ ജിൻസൺ ആണ് ഗൈസ് ഞങ്ങളുടെ കൂടെ വരുന്നത്. ഞങ്ങൾ രാവിലെ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെയും കൂടെ പിക്ക് ചെയ്തേച്ചാണ് ഈ പോകുന്നത്. ജോസൂട്ടൻ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കാൻ നിർബന്ധിച്ച കാരണം ജോമൻ ചേട്ടൻ ഓടിച്ചില്ല, അവൻ തന്നെയാണ് ഓടിക്കുന്നത്. യാത്ര ചെയ്തൊരു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കോടയൊക്കെ കിട്ടിയിരുന്നു ഗൈസ്. നമ്മൾ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും നല്ല കോടയായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പുമായിരുന്നു ഗൈസ്. നമ്മളിന്ന് പോകുന്ന ലൊക്കേഷനിലേക്ക് ശരിക്കും പോകാനായിട്ട് ഒരു 3.5 to 4 മണിക്കൂർ മതി. പക്ഷേ ഈ മഞ്ഞും കോടയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വെളുപ്പിനെ 4 മണി 4:30 ആയപ്പോൾ ഇറങ്ങിയത് ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി എത്തി. ഇവിടെ കുറേ കടകളൊക്കെ ഇപ്പം തന്നെ തുറന്നിട്ടുണ്ട് ഗൈസ്. കാഞ്ഞിരപ്പള്ളി കോട്ടയത്തിൻ്റെ വലിയൊരു ഘടകമാണ് ഗൈസ്. ഇവിടെയൊക്കെ ഇപ്പം തന്നെ തൊഴിലാളികളൊക്കെ വരികയും സാധനം ഇറക്കുകയും കടകളെല്ലാം തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നല്ല മഞ്ഞും മലകളും എല്ലാം കാണാൻ തുടങ്ങിയായിരുന്നു. ശരിക്കും ഈ കോടമഞ്ഞ് മൂടി നിൽക്കുന്ന മലകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഗൈസ്. അപ്പോഴത്തേക്കും നമ്മുടെ സൂര്യൻ ചേട്ടനും പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആകാശത്തിന്റെ കളറെല്ലാം മാറി ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്കൊക്കെ വന്നു. അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്ക് ശേഷം നമ്മൾ എത്തിയത് മുണ്ടക്കയത്താണ്. ഇനി അങ്ങോട്ട് നല്ല ഹെയർ പിന്നുകളും വളവുകളും ഒക്കെയാണ്. ദേ ഗൈസ്, ഈ മേളിലോട്ട് നോക്കിയ ഒരു കോളേജാണിത്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോളേജാണെന്നാണ്. എന്തായാലും താഴെ നിന്ന് നോക്കിയിട്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ആ കോളേജ് കാണാൻ. അപ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലോ ഗൈസ്. ഈ മലയുടെ താഴെ കുറേ വീടുകളും അവിടുത്തെ വെട്ടങ്ങളും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് തന്നെ. അങ്ങനെ ചെറുതായിട്ട് സൂര്യൻ ചേട്ടൻ്റെ വെട്ടമൊക്കെ വരാൻ തുടങ്ങിയോണ്ട് മലകളെല്ലാം നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എത്ര പ്രാവശ്യം ഈ റൂട്ടിൽ കൂടെ വന്നാലും ഈ കാഴ്ചകളൊക്കെ എപ്പോഴും നമുക്ക് കൗതുകകരമായിരിക്കും ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കാണ് ഗൈസ്. മലകളും കുന്നും പോലെ തന്നെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ മസ്റ്റായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. എനിക്ക് തോന്നി ഈ വഴി പാസ് ചെയ്യുന്ന ഒരു 90% ആൾക്കാരും ഇവിടെ ഇറങ്ങി വെള്ളച്ചാട്ടം ഒന്നും കാണാതെ പോകാറേ ഇല്ല. ഈ തണുപ്പത്ത് വെള്ളച്ചാട്ടവും കണ്ട് ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കുന്നതിൻ്റെ ഫീൽ എൻ്റെ പൊന്നും ഗൈസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഇവിടുത്തെ കടകളൊന്നും തുറന്നില്ലായിരുന്നു. ഇവിടെയുള്ള കടകളിൽ എല്ലാ കാര്യവും റെഡിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഈ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് അവിടെ അങ്ങ് സന്തോഷിച്ചങ്ങ് നിന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ മേലോട്ട് കയറി കുട്ടിക്കാനത്തെത്തി ഗൈസ്. ഇവിടെ വന്ന് നിന്നപ്പോൾ നമുക്ക് അടിപൊളി സൺറൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നൊരു വ്യൂ എൻ്റെ പൊന്നോ എന്ത് മനോഹരമായിരുന്നു ഗൈസ്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നേരം വെളുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത്. ഇതാണ് ഗൈസ് കുട്ടിക്കാനത്തെ എഞ്ചിനീയറിംഗ് കോളേജ്. ഇതൊരു അടിപൊളി കോളേജാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗൈസ്. എന്തായാലും ഈ കോളേജ് ഇരിക്കും നല്ലൊരു ഐക്കോണിക് പ്ലേസിലാണ്. ഞങ്ങൾ പിന്നെ കോളേജിന് ഫ്രണ്ടിൽ കുറേ ചായക്കടകളുണ്ടായിരുന്നു. അതിലൊരു ചായക്കട കയറി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു, ചായയൊക്കെ മേടിച്ചു കുടിച്ചു ഗൈസ്. എല്ലാവരും തന്നെ തണുത്ത് മരച്ചിരിക്കുകയായിരുന്നു. ഈ കടയുടെ സൈഡിൽ തന്നെ ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. പെയ്ഡാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതിലെ വരുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കയറി നോക്കാം ഗൈസ്. ഇതാണ് ആ കോളേജിന്റെ പുറകിലുള്ള വ്യൂ. നല്ല രസമാണ് ഗൈസ് ഈ കോളേജ്. ഒത്തിരി ദൂരം ഈ കോളേജ് ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട്. ഞങ്ങൾ ഇന്ന് കട്ടപ്പനയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാണ് വന്നത്. എങ്കിലും കുട്ടിക്കാനം എത്തിയപ്പോഴത്തേക്കിന് ചെറുതായിട്ട് ഞങ്ങളുടെ പ്ലാൻ ഒന്ന് മാറി ഗൈസ്. എന്തായാലും ഇത്ര രാവിലെ ചെന്നിട്ട് അവിടെ ഒരു പണിയില്ലെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്നാൽ വേറെ എവിടെയെങ്കിലും സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൂഗിളിലൊക്കെ തപ്പി നോക്കിയപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം കിട്ടി ഗൈസ്. നമ്മുടെ ചാർലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്പോട്ടാണ്. നല്ല അടിപൊളി സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. കുട്ടിക്കാനം മുതലുള്ള യാത്ര അടിപൊളിയാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ വഴിയുടെ 2 സൈഡിലും നിറച്ച് തേയിലത്തോട്ടമായിരിക്കും. തേയിലത്തോട്ടത്തിൽ നടുക്കൂടെ പോകുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് നല്ലൊരു രസമുള്ളൊരു യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം അങ്ങ് യാത്ര ചെയ്തപ്പോഴത്തേനും കുറേ നല്ല നല്ല വീടുകളും നല്ല നല്ല വ്യൂസും ഒക്കെ കാണാൻ പറ്റി ഗൈസ്. ഒരു നല്ല വില്ലേജ് വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങ് യാത്ര ചെയ്ത് പോയി ഗൈസ്. പിന്നെ നമ്മൾ ചെന്നപ്പെട്ടത് ഒരു തമിഴ് ടച്ചുള്ള ഗ്രാമത്തിലേക്കാണ്. ഈ അമ്പലം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ. ഇവിടെ അധികവും ഈ തേയിലയൊക്കെ നുള്ളുന്ന തൊഴിലാളികളാണ് ഗൈസ്. അവരുടെ വീടുകളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ അധികവും ലയങ്ങളാണ് ഗൈസ്. ലയങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നീളത്തിലൊരു വീടായിരിക്കും. അതിൽ ഓരോ സെപ്പറേഷനായിട്ട് ഓരോ കുടുംബങ്ങളായിരിക്കും താമസിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഓരോ വീടുകളിലും 4ഉം 5ഉം കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചാർലിക്കുളം കാണാനായിട്ടുള്ള ലൊക്കേഷനിലേക്ക് വന്നു ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഒരു ക്യാരവാൻ. എൻ്റെ പൊന്നു ഗൈസ്, അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന്. ദൗർഭാഗ്യം വെച്ചാൽ ഞങ്ങൾക്ക് ആരെയും കാണാൻ പറ്റിയില്ല ഗൈസ്. വണ്ടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ ഇട്ടേച്ച് ഞങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങി. ഇതൊരു തേയിലത്തോട്ടത്തിൻ്റെ അകത്താണ് ഗൈസ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്. കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. എങ്കിലും നമ്മൾ കാണുന്ന കാഴ്ച മനോഹരമായതുകൊണ്ട് നമ്മൾ ആ നടത്തമൊന്നും വലിയ പ്രശ്നമില്ലാതാക്കുമല്ലോ. അങ്ങനെ കുറേ അങ്ങ് നടന്നു ചെന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഓരോ മരത്തിൻ്റെ ചോട്ടിലും പഴയ കുറേ കല്ലറകളൊക്കെ കാണാം ഗൈസ്. ഒത്തിരി വർഷം പഴക്കമുള്ള കല്ലറകളാണ്. ഈ പറമ്പിന് പല സ്ഥലത്തായിട്ട് ഇങ്ങനത്തെ പല പല കല്ലറകളുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഗൈസ് ഞങ്ങൾക്ക് ഈ ഒരു വ്യൂ കിട്ടിയത്. ഓ, എന്നാ രസമാണെന്നറിയാവോ ഗൈസ്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇത്രയും ദൂരം നടന്നതിൽ യാതൊരു റിഗ്രറ്റും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല ഗൈസ്.
കാരണം അതുപോലെ രസമായിരുന്നു. പിന്നെ ഒരൊറ്റ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ കുളത്തിലൊന്നും വെള്ളമില്ലായിരുന്നു ഗൈസ്. മെയ് മാസങ്ങളിലൊക്കെ വരുള്ളൂ. ഞങ്ങൾ പിന്നെ അതെല്ലാം കണ്ടേച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആര്യാസിൽ പോയി. അങ്ങനെ കടയിലൊക്കെ കയറി കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞുഞ്ഞിക്കും ചോമൻ ഉള്ള പൊറോട്ടയൊക്കെ വന്നു ഗൈസ്. കൂടെ വെജ് കറിയും. ഞാനും അലീനയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടേത് കുറച്ച് സമയം എടുത്തു. മസാല ദോശയായിരുന്നു ഞാനും അലീനയും ഓർഡർ ചെയ്തത്. ജോസൂട്ടൻ പിന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഷെയർ ഇട്ട് കഴിച്ചോളൂ. ജോസൂട്ടൻ അങ്ങനെ ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവരുടെയും അകത്തുനിന്നുള്ള പങ്ക് പുള്ളി അങ്ങ് മേടിച്ചെടുക്കും. അതാണ് പുള്ളിയുടെ സ്റ്റൈല്. പിന്നെ ഞങ്ങൾ നേരെ പോയത് വേറൊരു സ്പോട്ടിലേക്കാണ് ഗൈസ്. അവിടെ ഒരു കുളം കാണാൻ തന്നെയാണ് പോയത്. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴി എൻ്റെ പൊന്ന് ഗൈസ് എന്ത് രസമാണെന്നറിയോ. എങ്ങനെ ഇതിനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല ഗൈസ്. നല്ലൊരു പച്ചപ്പിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഈ സഞ്ചരിക്കുന്നൊരു ഫീലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം യാത്രയൊക്കെ ചെയ്ത് നേരെ വന്നത് ഈ ഒരു കുളം കാണാനായിട്ടാണ്. ഇതിലും വെള്ളം കുറവാണ് ഗൈസ്. അങ്ങനെ അതുകൂടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങി. നിങ്ങൾ നിങ്ങളുടെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര പോയിട്ടുണ്ടോ ഗൈസ്? ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു യാത്രയാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിൻ്റെ കസിൻസിൻ്റെ ഒക്കെ കൂടെ. ഞങ്ങൾ കസിൻസ് എന്തായാലും കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പോകാറുണ്ട് ഗൈസ്. അങ്ങനെ വണ്ടി ഓടി ഓടി എത്തിയത് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൈസ്. അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് ഈ ഏലപ്പാറ എന്ന് പറയുന്നത്. ഗൈസ് നോക്കിക്കേ, മേളിലൊരു വലിയ മലയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ലെന്നാണ്. അതുപോലെ നല്ല വലിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഗൈസ്. ഞാൻ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. എങ്കിലും നല്ല രസമുള്ളൊരു സിറ്റിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഏലപ്പാറയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ ചെന്നത് ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനായ കട്ടപ്പനയിലേക്കാണ് ഗൈസ്. അതെ ഗൈസ്, ഞങ്ങളിന്ന് കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. ഇനി എന്തിനാണ് കട്ടപ്പനയ്ക്ക് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഇതാണ് കട്ടപ്പന ടൗണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗണാണ് ഗൈസ് ഇതും. നമുക്ക് ഇനിയും കുറച്ച് ദൂരവും കൂടെ യാത്ര ചെയ്യാനുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞങ്ങളിതേ കട്ടപ്പന ടൗണൊക്കെ ക്രോസ് ചെയ്ത് അങ്ങ് പോവുകയാണ്. ഇവിടെ വലിയ വലിയ മലകളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം ഗൈസ്. ഞാൻ ആലോചിക്കുന്നത് ഈ മലയുടെ മണ്ടയിലൊക്കെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്നാണ്. നമുക്കൊക്കെ എങ്ങനെ ഇനി മണ്ടയിലൊന്ന് കയറി പോകാൻ പറ്റും ഗൈസ്? ഞാൻ ചോമൻചേട്ടനോട് ചോദിച്ചപ്പോൾ ചോമൻചേട്ടൻ എന്നോട് പറഞ്ഞാൽ നീ കാറിൽ തന്നെ ഇരുന്നോ, മലയുടെ മണ്ടയിലൊന്നും കയറണ്ടെന്നാണ്. അങ്ങനെ കട്ടപ്പനയും കഴിഞ്ഞ് പുളിയമ്പലയും കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനായ സന്യാസിയോടയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് സന്യാസിയോട എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ ജോമൻചേട്ടൻ്റെ ജന്മദേശം. അതെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ ജോമൻചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഗൈസ് വന്നത്. ഇനി നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിലെടുത്ത വീഡിയോ ആണ് ഗൈസ്. കാരണം ഈ ഒരു മലയുടെ ഏറ്റവും മണ്ടയിലാണ് ജോമൻചേട്ടൻ്റെ വീട്. നമ്മൾ കുട്ടിക്കാനം ഏലപ്പാറ ഭാഗങ്ങളിലൊക്കെ കണ്ടത് തേയിലയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പം എല്ലാം ഏലമാണ് ഗൈസ്. ഈ വഴിയുടെ രണ്ട് സൈഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇത് മുഴുവൻ ഏലമാണ് ഗൈസ്. അങ്ങനെ ഈ ഏലത്തിന് നടുക്കുള്ള ഈ വഴിയിലൂടെ കയറി അങ്ങ് മണ്ട ചെല്ലുമ്പോഴാണ് ഗൈസ് ജോമൻചേട്ടൻ്റെ വീട്. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ഭാഗം ഇതാണ്. ഈ കയറ്റം എപ്പോൾ കയറുമ്പോഴും എൻ്റെ ചങ്കിന് വലിയൊരു ഇടിപ്പാണ് ഗൈസ്. കാരണം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കർത്താവെ, വണ്ടിയൊന്നും വരാതെ ഒരു കുഴപ്പം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് എപ്പോഴും ഞാൻ ഈ കയറ്റം കയറാറുള്ളത്. നമ്മൾ കയറിപ്പോകുന്ന ഒരേ സ്പീഡിൽ ഈ കയറ്റം കയറിയില്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല ഗൈസ്. ഒരു പ്രാവശ്യം ഞങ്ങൾ സുമോയായിട്ട് വന്നിട്ട് പകുതി വഴിക്ക് വെച്ച് പെട്ടുപോയായിരുന്നു ഗൈസ്. ഈ പിങ്ക് പെയിന്റ് അടിച്ച വീടിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞങ്ങൾ സുമോ നിന്ന് പോയത് ഗൈസ്. പിന്നെ ഈ വഴി വണ്ടി കയറുക എന്നുള്ളത് അസാധ്യമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഈ കയറ്റം മുഴുവൻ ഞങ്ങൾ തിരിച്ച് റിവേഴ്സ് ഇറക്കിയാണ് വണ്ടി പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കിയത് തന്നെ. അങ്ങനെ ആ വണ്ടി ഈ വഴി വരാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ വേറൊരു റൂട്ടിൽ കൂടെയാണ് പിന്നെ വണ്ടി ഒന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തിച്ചത് ഗൈസ്. അതുപോലെ ടാസ്ക് പിടിച്ചൊരു റോഡാണ് ഇത് ഈ കാണുന്നത്. ഞാൻ എപ്പോഴും ഈ ജോമൻചേട്ടൻ്റെ അമ്മയോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് അമ്മ നിങ്ങൾ ഈ മലയുടെ മണ്ടേ കൊണ്ട് വീട് വെച്ചതെന്ന്. താഴെ എങ്ങാനും വരുന്നത് നമുക്ക് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഗൈസ്? ഈ കാണുന്നൊരു കയറ്റമാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കയറ്റം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചിലെ പടപ്പടപ്പ് കൂടും ഗൈസ്. ഈ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം സ്പീഡിൽ ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഇത് പോകുന്നതായിട്ട് തോന്നുന്നത്. ശരിക്കും ഇത് നല്ല ദൂരമുണ്ട് ഗൈസ്. ഞാൻ ഓർത്തിക്കാരൻ ഞാൻ മാത്രമാണ് പേടിച്ചിരിക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അലീനയൊക്കെ പേടിച്ച് വിറച്ചാണ് ഗൈസ് വണ്ടിക്കകത്തിരുന്നത്. പക്ഷെ ചോമൻചേട്ടനും ജെൻസനും കൂളായിട്ടിരുന്നു. ഇവരൊക്കെ വണ്ടി ഓടിക്കുന്നവരായതുകൊണ്ടായിരിക്കാം ഗൈസ്. അങ്ങനെ നീണ്ട ഒരു 1/4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഒത്തിരി വരാൻ കിടപ്പുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ജീവിതം പോലും ഇങ്ങനെ ഓരോ കയറ്റങ്ങളിലും ഇറക്കങ്ങളിലും ആണല്ലോ എന്നോർത്ത് നമ്മൾ അങ്ങ് ആശ്വസിച്ച് പോകുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഗൈസ്, നമ്മൾ ഈ വരുന്ന വഴിക്കെല്ലാം നല്ല പച്ചപ്പായിരുന്നു ഗൈസ്. എല്ലായിടത്തും കൃഷികളാണ്. ഇവിടെയൊക്കെ മതിലിന് പകരം ചെമ്പരത്തി ചെടിയാണ് ഗൈസ് വെച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര കൗതുകം തരുന്നൊരു കാഴ്ചയായിരുന്നു. ഇങ്ങനെ ചെമ്പരത്തി ചെടി വെച്ച് വേലി കെട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. എല്ലാ വീടുകളിലെ അതിര് തിരിക്കുന്നത് ഇതുപോലുള്ള ചെമ്പരത്തി ചെടികൾ വെച്ചിട്ടാണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ അറിയാം ഗൈസ്, ഈ ചെമ്പരത്തികൾക്കൊന്നും അങ്ങനെ പൂ ഇടാറില്ല. ഈ വേലി വെച്ചിരിക്കുന്ന ചെമ്പരത്തികളിലൊന്നും ഞാൻ ഇതുവരെ പൂ കണ്ടിട്ടില്ല ഗൈസ്. അങ്ങനെ 3-3.5 മണിക്കൂർ കൊണ്ട് എത്ര യാത്ര ഞങ്ങളുടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി 8 മണിക്കൂറാക്കി ഗൈസ്.
പിന്നെ അടുത്ത ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു ദേ ഈ വഴി കൂടെ വണ്ടി കയറ്റുക എന്നുള്ളത്. അലൈവിയിൽ ഇട്ടുകൊണ്ട് കുറച്ച് പാടായിരുന്നു. വരുന്ന വഴിക്ക് ടയറിന്റെ എവിടേക്കോ ഒറിഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. എങ്കിലും ഒരു വിധി വണ്ടി വീടിന്റെ മുറ്റത്തങ്ങ് കയറ്റി. ഇതാണ് ഗൈസ് റോഡിൽ നിന്നുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഇവിടേക്ക് എപ്പോഴും നല്ല കാറ്റാണ്. ഈ കാറ്റിന്റെ ശക്തി കൊണ്ട് നമുക്ക് നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഗൈസ് ഇതാണ് ജോമഞ്ചന്റെ വീട് കാണിക്കുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അത് കണ്ടോ ഗൈസ്, അവിടെ ഏലക്കയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് ഗൈസ്. ഏലക്ക ഉണ്ടാകുന്നത് ചെടിയുടെ താഴെയായിരിക്കും ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ട്. എല്ലാം നല്ല പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഈ റോസയൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്നോ. ഇത് രണ്ട് സൈഡിലും അമ്മ നട്ടു വെച്ചിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേനും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോസാപ്പൂ മാത്രമല്ല ഗൈസ്, ഇത് വേറെ എന്തോ ഒരു മഞ്ഞ കളറിലെ പൂവാണ്. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. അതുപോലെ എനിക്ക് പേരറിയാത്ത ഒത്തിരി ചെടികൾ ഇവിടെ കണ്ടിരുന്നു ഗൈസ്. ഇതൊക്കെ ഞങ്ങൾ കോട്ടയത്ത് വീട്ടിൽ കൊണ്ട് വെച്ചെങ്കിലും ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീട്. പിന്നെ ഗൈസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലിയൊരു ചെത്തിയുടെ മരം തന്നെ നിൽപ്പുണ്ട് ഗൈസ്. അത് നിറച്ചും പൂത്താണ് നിൽക്കുന്നത്. നല്ല ചുമല ചെത്തിപ്പൂ, നല്ല രസമാണ് ഗൈസ് കാണാൻ. പിന്നെ ഉള്ളതാണ് ഈ ചെടി. ഇതിനെയൊന്നും പേര് എനിക്കറിയത്തില്ല എൻ്റെ ഗൈസ്. നമ്മുടെ ഈ വീട് ഒരു ഏലക്കാടിൻ്റെ നടുക്കാണ് ഗൈസ്. ഇവിടെയുള്ള എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ്. വീടിന് ചുറ്റും അവനവൻ്റെ ഏലക്കാടുകളായിരിക്കും. ഞാൻ ഈ ഏലക്കാടും ഒക്കെ പറഞ്ഞെങ്കിലും നിങ്ങളെ ഏലക്ക കാണിച്ചു തന്നില്ലല്ലേ ഗൈസ്. ഇതാണ് ഗൈസ് ഏലക്ക. ഇതിൻ്റെ അകത്ത് ഒത്തിരി പൂവൊക്കെ ഇട്ടും കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതിൻ്റെ സമയവും സീസണും ഒക്കെ എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാനിതിങ്ങനെ നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അമ്മ കായൊക്കെ എടുക്കാൻ പോകുന്നതാണ് അമ്മയ്ക്കറിയാം ഗൈസ്. പിന്നെ കണ്ടൊരു വ്യത്യസ്തമായ ചെടിയാണ് ഗൈസ് ഇത്. നമ്മുടെ ഇങ്ങോട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു ഹാങ്ങിങ് ആയിട്ടുള്ള ചെടിയാണ്. ഇതിനിടയ്ക്ക് അലീനെ പോയി ഒരു റോസാപ്പൂവും പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ പുറകു വശം. ഇവിടെയും ഫുള്ള് ഏലം തന്നെയാണ് ഗൈസ്. ഇവിടെ ഒരു ചെറിയ പടുതാക്കുളം ഉണ്ട്. നമ്മുടെ ഏലത്തിന് നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതേ ഈ ചെടി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചെങ്കിലും അതിന് ഓറഞ്ച് കളറുള്ള പൂവാണ് വീട്ടിലുണ്ടായത്. പിന്നെ ഇതേ നോക്കിക്കേ ഗൈസ്, സ്ട്രോബെറി ചെടി. ഇതിനകത്ത് കായും ഇട്ടിട്ടുണ്ട് ഗൈസ്. എല്ലാം തന്നെ അമ്മയുടെ കൃഷികളാണ് ഗൈസ്. അങ്ങനെ സ്ട്രോബെറിനെ നോക്കി നിന്നപ്പോഴാണ് ജോമഞ്ചേട്ടൻ്റെ അമ്മ പറഞ്ഞത് അവിടെ കുമ്പളങ്ങയുണ്ട്, നമുക്ക് ഇടാന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ കുമ്പളങ്ങ പറിക്കാൻ പോയി ഗൈസ്. ഒരു അത്യാവശ്യം വലിയൊരു കുമ്പളങ്ങ ഞങ്ങൾക്ക് കിട്ടി ഗൈസ്. ഗൈസ് ഇപ്പം മുറ്റത്തോട്ട് നോക്കിയാൽ സമയം ഒരു 8:30 മണിയായെന്നൊക്കെ തോന്നുമെങ്കിലും ശരിക്കും 6:30 മണിയായിട്ടുള്ളൂ ഗൈസ്. അമ്മ പറഞ്ഞത് കുറച്ച് നാളായിട്ട് ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ജോമൻ ചേട്ടനും മാത്രം കുറച്ച് നേരം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഗൈസ്. ഇവിടെ ഇപ്പോൾ കോടയൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റും അടിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടാണ് പുറത്തിറങ്ങിയത്. ചില സമയത്ത് കാറ്റെന്ന് പറയുന്നത് നമുക്ക് പേടി വരും ഗൈസ്. അതുപോലെ ശക്തിയിലാണ് വരുന്നത്. ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി നാളെ. ഓക്കെ ബൈ.